ഓരോ ദൃശ്യങ്ങളും അത്രമേൽ പ്രധാനമാണ് ഈ നിമിഷം. ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്, മറുഭാഗത്ത് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ തടുക്കുകയാണ് ഇന്ത്യ. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അങ്ങനെ തകർത്തിട്ട് പാകിസ്ഥാൻ ഡ്രോണിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ റഡാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ അയച്ച ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയതിന് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതിന്റെ ആ തകർന്ന തരിപ്പണമായി കിടക്കുന്ന നിലം പരിശായി കിടക്കുന്ന പാകിസ്ഥാൻ ഡ്രോണുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 നമ്മുടെ സൂപ്പർ സ്റ്റാർ, നമ്മുടെ ബാഹുബലിയായി പ്രവർത്തിക്കുന്ന നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം സുദർശൻ ചക്ര, അതിന്റെ കരുത്ത് കാണിക്കുന്ന ദൃശ്യങ്ങൾ, അതിന്റെ കരുത്ത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണിത്. ചൈന പാകിസ്ഥാന് നൽകിയ രണ്ടാം കിട ആയുധങ്ങൾ അത് തകർന്ന തരിപ്പണമായി ഇന്ത്യൻ മണ്ണിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ. എടുത്തു പറയേണ്ട കാര്യം, ഒരു ഡ്രോൺ പോലും, ഒരു മിസൈൽ പോലും, ഇപ്പോൾ ഫത്തേ-2 മിസൈലിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. 400 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്, 300 കിലോയിലധികം ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ് ഫത്തേ-2 മിസൈലുകൾ. പക്ഷേ ആ ഫത്തേ-2 മിസൈലുകൾ പോലും നമുക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു, നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞു, നിർവീര്യമാക്കാൻ കഴിഞ്ഞു, തകർക്കാൻ കഴിഞ്ഞു. ഇന്ത്യൻ മണ്ണിലേക്ക് അതിന്റെ ലക്ഷ്യം കണ്ടെത്താൻ കഴിയാതെ തകർന്നു വീഴുകയാണ് പാകിസ്ഥാൻ അയച്ചിരിക്കുന്ന ഓരോ ഡ്രോണുകളും, ഓരോ മിസൈലുകളും. ആ എല്ലാ ശ്രമങ്ങളും ഇന്ത്യ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവുകളാണ് ജലന്ധറിൽ വീണ് കിടക്കുന്ന പാകിസ്ഥാന്റെ ഡ്രോണിന്റെ ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ അമൃത്സറിൽ വീണ് കിടക്കുന്ന ഡ്രോണിന്റെ ദൃശ്യങ്ങൾ, അതോടെ ഡൽഹി കേന്ദ്രീകരിച്ച് അയച്ച മിസൈൽ, ഫത്തേ-2 മിസൈലുകൾ ഹരിയാനയിലെ സിർസയിൽ വെച്ച് തകർത്തു. അങ്ങനെ എല്ലാ തരത്തിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ ദൃശ്യങ്ങൾ ജലന്ധറിൽ നിന്നുള്ള, അമൃത്സറിൽ നിന്നുള്ള, ഉദ്ധംപൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സമയം ഇപ്പോഴും അതിൽ ഒരു വ്യക്തതയില്ല. അതിനെ പ്രത്യേകിച്ച് നേരത്തെ വസന്ത് പറഞ്ഞതാണ്, ഇപ്പോഴും ഈ ഓപ്പറേഷൻ അത് ഓൺ ഗോയിങ് ആണ്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഒരു കറക്റ്റ് സമയം ഇതുവരെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. 10 മണി എന്ന് അഭ്യൂഹങ്ങളുണ്ട്, പക്ഷേ അതൊരു കൺഫേംഡ് ടൈം അല്ല എന്ന് എടുത്തു പറയണം. ഒരു സംയുക്ത വാർത്താ സമ്മേളനമായിരിക്കും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും സംയുക്തമായിട്ടായിരിക്കും ആ വാർത്താ സമ്മേളനം നടത്തുക എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ കൺഫർമേഷൻ ഇല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തെ കുറിച്ചാണ്. ഇതുവരെ പ്രതിരോധമായിരുന്നുവെങ്കിൽ ഇനി പ്രത്യാക്രമണമാണ്. പാക് മണ്ണിൽ കയറി, ഇസ്ലാമാബാദിൽ കയറി, ലാഹോറിൽ കയറി, പെഷാവറിലൊക്കെ കയറിയാണ് ഇന്ത്യയുടെ ആക്രമണം. മൂന്ന് വ്യോമത്താവളങ്ങൾ, ഏറ്റവും തന്ത്രപ്രധാനമായ 3 വ്യോമത്താവളങ്ങളാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് റാവൽപിണ്ടിയാണ്. നമുക്ക് റാവൽപിണ്ടിയിൽ ഇന്ത്യ നടത്തിയ ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കൊന്ന് കാണിക്കാമെന്ന് തോന്നുന്നു. റാവൽപിണ്ടി പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആസ്ഥാനമാണ്, പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭരണസിരാ കേന്ദ്രമാണ് റാവൽപിണ്ടി. ആ റാവൽപിണ്ടിയിൽ കയറിയാണ് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന് പാകിസ്ഥാൻ സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയാണ്. അതിൽ വലിയ നാശനഷ്ടം ഉണ്ടായെന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ അവർക്ക് അവരുടെ വ്യോമപാത ഇന്ന് 12 മണി വരെ അടച്ചിടേണ്ടി വന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെ വ്യോമപാതയിൽ ഒരു വിമാനം പോലും, അതിന്റെ ദൃശ്യങ്ങൾ, അതിന്റെ മാപ്പ് നമ്മൾ കാണുന്നുണ്ട്. പാകിസ്ഥാന്റെ വ്യോമപാതയിൽ ഒരു വിമാനം പോലും ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല.